വയനാട്ടിൽ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി വീണ്ടും രാജി. മാനന്തവാടി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായിരുന്ന അഡ്വക്കേറ്റ് ഗ്ലാഡിസ് ചെറിയാനാണ് രാജിവെച്ചത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ യുവാക്കളെ തഴഞ്ഞെന്നാരോപിച്ച് മീനങ്ങാടി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജോഷി കൂരിക്കാട്ടിലും രാജിവെച്ചു. ഓരോ കാലങ്ങളിലും ഇവിടുത്തെ ചില നേതാക്കന്മാരുടെ ഇടപെടൽ കൊണ്ട് കിട്ടേണ്ട സ്ഥാനങ്ങൾ എനിക്ക് മാത്രമല്ല എൻ്റെ പ്രായപരിധിയിലുള്ള എല്ലാ ആളുകളെയും വെട്ടി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് പുൽപ്പള്ളിയിൽ നിന്നും പുതിയതായിട്ട് വന്ന KPCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KL പൗലോസ്. സുഹൃത്ത് അയ്യപ്പത്തുണ്ട് വിശദാംശങ്ങളുമായി. സുഹൃത്ത്, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെയാണ്. അതിനു മുമ്പും ജില്ലാ പഞ്ചായത്തിലടക്കം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ വലിയ പ്രതിസന്ധിയാവുന്ന പ്രതിഷേധങ്ങൾ അവിടെ കണ്ടതാണ്. എന്താണ് ഇപ്പോൾ രാജിയിലേക്കും പരസ്യ പ്രതികരണത്തിലേക്കും ഒക്കെ വഴിവെച്ചിരിക്കുന്ന സാഹചര്യം? ഗൂഗിൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഉറപ്പാക്കുന്നത്. കാരണം ഇനി സമയമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടി പട്ടിക പുറത്തുവിടാനുള്ള ശ്രമമാണ് DCC നേതൃത്വം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മാരത്തോൺ ചർച്ചകൾ നടന്നു വരികയാണ്. യുവാക്കളെ പരിഗണിക്കുന്നില്ല എന്നുള്ള ആക്ഷേപമുണ്ട്. യുവാക്കൾക്ക് പറഞ്ഞു വെച്ച സീറ്റുകളിലെല്ലാം അവർക്ക് പലർക്കും നൽകുന്നത്. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ അതൃപ്തരായി നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇതിനിടയിൽ വിമത ഭീഷണി ധാരാളമുണ്ട്. ഒപ്പം രാജിയും തുടരുകയാണ്. DCC ഓഫീസിന് മുന്നിൽ തന്നെ പരസ്യ പ്രതിഷേധം ഉണ്ടാകുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. വയനാട്ടിൽ ഈ സീറ്റ് നിർണയത്തിനെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള ഗോകുൽദാസ് കോട്ടയിൽ പരസ്യ വിമർശനമാണ് ഉന്നയിച്ചത്. അത് DCC ഓഫീസിന്റെ മുമ്പിൽ വെച്ചാണ് അദ്ദേഹം പറഞ്ഞത്. പാർട്ടിയെ നേതൃത്വം തൂക്കി വിൽക്കുകയാണെന്നാണ് പറയുന്നത്. കോൺഗ്രസിനെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന് സീറ്റുകൾ അടിയറ വെച്ചു എന്നുൾപ്പെടെയുള്ള ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രാജികൾ ഉണ്ടാകുന്നുണ്ട്. മാനന്തവാടി ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയുമായിരുന്ന അഡ്വക്കേറ്റ് ഗ്ലാഡിസ് ചെറിയാൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. അതോടൊപ്പം പുൽപ്പള്ളിയിലും രാജി ഉണ്ടായിരിക്കുകയാണ്. മീനങ്ങാടി ബ്ലോക്ക് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജോഷി കൂരിക്കാട്ടിലാണ് പാർട്ടിയിൽ വിട്ടത്. എന്തായാലും അദ്ദേഹം ഗുരുതരമായ ആക്ഷേപം KPC ജനറൽ സെക്രട്ടറി KL പൗലോസ്, ബത്തേരി MLA IC ബാലകൃഷ്ണൻ എന്നിവർക്കെതിരെ ഉന്നയിച്ചുകൊണ്ടാണ് രാജിവെക്കുന്നത്. അതോടൊപ്പം തന്നെ മുള്ളൻകൊല്ലിയിൽ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സ്റ്റീഫൻ പുകുടിയിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പത്രിക നൽകിയിരിക്കുകയാണ്. പാടിച്ചിറ ഡിവിഷനിൽ നിന്നാണ് അദ്ദേഹം മത്സരിക്കുന്നത്. അതോടൊപ്പം പുൽപ്പള്ളി മുള്ളൻകൊല്ലിയിൽ തന്നെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റുമായ ഏതായാലും പത്രിക സമർപ്പിക്കേണ്ട അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ പോലും, അല്ലെങ്കിൽ നാളെ സമയം അവസാനിക്കാനിരിക്കുമ്പോൾ പോലും വയനാട്ടിൽ തർക്കങ്ങൾ തീരുന്നില്ല കോൺഗ്രസിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.